പലഹാരപ്പെട്ടിക്കകത്ത് കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ കപ്പലണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഐറ്റം ഉണ്ടാക്കി അതിനങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉച്ച കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ട് കയറിയത്. ആദ്യം വിചാരിച്ചു കപ്പലണ്ടി മുട്ടായി ഉണ്ടാക്കുക, ശർക്കര മാത്രം ചേർത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ വേണ്ട, ബർഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ കണ്ടിട്ട് അടുക്കളയിലോട്ട് ചാടി കയറിയതാണ്. ആദ്യത്തെ ആവേശം അവസാനം ഇല്ലായിരുന്നു. കാരണം കപ്പലണ്ടി ആദ്യമേ തന്നെ നല്ല രീതിയിൽ കരിഞ്ഞു. തീ ഓഫ് ചെയ്തിട്ട് പാനിൽ തന്നെ ഞാൻ വെച്ചിരുന്നു. കരിഞ്ഞു തുടങ്ങി, നല്ല മണം വന്ന് തുടങ്ങിയപ്പോഴത്തേക്കാണ് പാത്രത്തിലേക്ക് മാറ്റിയത്. അപ്പോഴത്തേക്കും കുറേ കരിഞ്ഞു പോയി. പിന്നെ പഞ്ചസാര പാക വെച്ചത്, അത് വെള്ളം ചേർക്കാണ്ട് ദേ ഇതുപോലെ പാനിലിട്ടൊന്ന് ചൂടാക്കി എടുത്തപ്പോഴത്തേക്കും അത് തീ ഒന്ന് കൂടിപ്പോയിട്ട് അതും നന്നായിട്ട് കരിഞ്ഞ് വറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഈ കപ്പലണ്ടി പൊടിച്ചെടുത്തതിലേക്ക് ചേർക്കാൻ മാത്രമുള്ള ഒരു ക്വാണ്ടിറ്റി ഇല്ലാതായി തീർന്നു. അപ്പോഴത്തേക്കും നല്ല വറ്റിപ്പോയിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ കിണ്ടി രണ്ടും കൂടെ യോജിപ്പിച്ചൊക്കെ എടുത്തപ്പോൾ ഈ ഒരു പരുവ കപ്പലണ്ടി കരിഞ്ഞതുകൊണ്ട് തന്നെ നല്ല കയ്പിൻ്റെ ഒരു ഇതായിരുന്നു കഴിച്ചു നോക്കിയപ്പോഴത്തേക്കും ഞാൻ. പിന്നെ പാനിൽ നിന്ന് വിട്ട് വന്ന സമയം കൊണ്ട് ഒരു പാത്രത്തിൽ നെയ്യ് തടവിട്ട് എന്തായാലും കട്ട് ചെയ്തെടുക്കണമല്ലോ, അപ്പോൾ ഇളകി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നെയ്യ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് പാത്രത്തിലോട്ടൊക്കെ നല്ല ചൂടുള്ളത് കൊണ്ട് ഒരു സ്പൂൺ വെച്ചൊക്കെ പരത്തി അഡ്ജസ്റ്റ് ചെയ്തെടുത്തു. മുറിച്ച് ഷേപ്പ് ചെയ്തൊക്കെ വെച്ചിട്ട് അവസാനം ഇളക്കി എടുക്കാൻ നോക്കിയപ്പോൾ ഇളകി പോലും വരുന്നില്ല. പാറക്കല്ല് പോലെ പിടിച്ചിരിപ്പുണ്ട്. അവസാനം കപ്പലണ്ടിയും കുറേ പഞ്ചസാരയൊക്കെ വേസ്റ്റ് ആയതും മിച്ചം. കഴിക്കാനും പറ്റാത്ത പരുവായി, കളയാനും പറ്റാത്ത അവസ്ഥ.